ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്രയെന്ന് പറഞ്ഞാൽ പത്തരമാറ്റ് ലൊക്കേഷനിലേക്കാണ്. വർക്കുള്ള ദിവസങ്ങളിലെല്ലാം ഇതേപോലെ രാവിലെ എഴുന്നേക്കും, ഇങ്ങനെ വണ്ടിയെടുത്ത് ലൊക്കേഷനിലേക്ക് പോകും. പിന്നെ അവിടെയുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വഴി പോകുമ്പോഴത്തേക്ക് ഇതേപോലെ സൂര്യനൊക്കെ ഇങ്ങനെ ഓറഞ്ച് കളർ കിടിലമായിട്ട് ഇങ്ങനെ കാണാം. പിന്നെ നമ്മളിതാ ഇങ്ങനെ പോണ വഴിക്കുള്ള പ്രകൃതി രമണീയമായ കുറച്ച് കാഴ്ചയൊക്കെ കാണാൻ പറ്റും ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന വീട്. എങ്ങനെയുണ്ട് വീട്? സൂപ്പർ അല്ലേ? ഇതാണ് നമ്മുടെ ക്യാമറമാൻ, യൂണിലെ ചേട്ടന്മാരൊക്കെയാണ് നിൽക്കുന്നത്. നമ്മൾ പിന്നെ ഷൂട്ട് എല്ലാ ദിവസവും തുടങ്ങുമ്പം രാവിലെ ക്യാമറ എടുത്ത് വെച്ച് പൂജ ചെയ്തിട്ടാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഡയറക്ടറാണ് തിരി കത്തിച്ച് ഇങ്ങനെ ക്യാമറേനെ ഒഴിഞ്ഞിട്ട് ഈ തേങ്ങ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുപോയി എറിഞ്ഞ് പൊട്ടിക്കും. അങ്ങനെ നമ്മുടെ അന്നത്തെ ദിവസം ഷൂട്ടിങ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാ സീരിയലിലും ഇങ്ങനെയാണ് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെതാ ഷൂട്ടൊക്കെ തുടങ്ങാനായിട്ട് ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ച് നമ്മൾ ഷൂട്ടിങ് ആരംഭിക്കുകയാണ്. ഇതാണ് നമ്മുടെ മേക്കപ്പ് അസിസ്റ്റൻറ്റ് ഫിറോസ്. കാസർഗോഡ് നിന്നാണ് വരവ്. ഇതിങ്ങനെ ഒരുപാടൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലമ്മേ. അതെനിക്കും അറിയാൻ മോളെ. അവന് സംശയം തോന്നുകയാ, അവൻ ഉറപ്പായിട്ടും പിന്നെ തോന്നാമെന്നറിയില്ല. അപ്പൊ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കൂടെ? ഇത്രയൊക്കെ മാന്യം പറ്റും. അവിടെ വന്നുകൊണ്ട് അനാമികോട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. നൈറ്റ് പോകും. പിന്നെ ഇടയ്ക്കൊക്കെ അതായത് ഇങ്ങനെ നമുക്ക് ബ്രേക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉള്ളവരെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുക്കും. ചിലർ റീൽസ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ ചെറുക്കൻ്റെ ഡാൻസൊക്കെ ഉണ്ടല്ലേ, ഡാൻസ് നല്ലൊരു ഡാൻസറാണ്. ഡാൻസൊക്കെ പഠിപ്പിക്കും. കിടിലമാണ് ചെറുക്കൻ. കാണുന്ന പോലെയൊന്നും അല്ല ആള്. കഴിവുള്ള കലാകാരൻ. പിന്നെ നമ്മളിതാ വിഷുവിൻ്റെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി കൃഷ്ണനെയൊക്കെ റെഡിയാക്കി വിഷു കണിയൊക്കെ ഒരുക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജയിനോ എവിടെ? ആദ്യം അവന്മാരെയാ ഞാൻ കണി കാണിച്ചത്. മുത്തശ്ശി ചോദിച്ചു അനാമിക്കോൾ എവിടെ? ജാനകി നല്ല ഉറക്കോ. രാവിലെ കണി കാണാൻ അമ്മ ഒന്ന് വിളിച്ചപ്പം കുറച്ചുകൂടി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവള് മുകളിലോട്ട് നോക്കി. ഇനി എന്തോന്ന് കണി കാണാനാണ്? വീണോ? കട്ട് അനിയുടെ
അവിടെ വേണമെന്ന് തോന്നുന്നു. വിഷുവായിട്ട് നല്ലത് മാത്രമേ കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവിടെ ആകുമ്പോൾ അനാമിക്ക് ഇളമി അപ്പച്ചിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ അനാമിക്ക് ഞാനവിടെ ഇല്ലാത്ത ഇഷ്ടം. അതുകൊണ്ട് അവിടെ ഈ വിഷു നല്ല രീതിയിൽ കടന്നു പോട്ടെ. അതിനിടയിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആരാ വന്നത്? നിന്റെ ഫ്രണ്ട്സ് ആണോ? ആണോ തോന്നുന്നു. ഞാൻ നോക്കട്ടെ. കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നുണ്ട്. മോളെന്താ ഒന്നും പറയാൻ നിൽക്കുന്നത്? ഒന്നുമില്ല. അനി വിളിച്ച് ആഫീസ് പറഞ്ഞോ? ഇല്ല. അവൻ വിളിക്കുകയാണെങ്കിൽ അവന്റെ കാരണത്ത് പാടണമെന്ന് ചോദിക്കണം കേട്ടോ. എനിക്ക് പെട്ടെന്ന് പോകണം. ആദർശ് ഉൾപ്പെടെ എല്ലാവർക്കും സംശയമുണ്ട്. എന്ന് വെച്ചാൽ ഇതിനു മുമ്പുള്ള എല്ലാ വിഷയവും ഞാൻ ജഗജയും ജാനകിയെ കൂട്ടി അമ്പലത്തിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഇന്ന് ഒറ്റയ്ക്കും പോകുന്നില്ലേ, ആരോടും ഒന്നും പറയാതെ. അങ്ങനെ പടക്കം പൊട്ടിക്കലും വിഷു ആഘോഷമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പാക്കപ്പ് പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 10:30-11 മണിയൊക്കെ ആയി ഷൂട്ട് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ, നന്ദി അറിയിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും നമുക്ക് കാണാം. ബൈ.